മലങ്കര ഓർത്തഡോക്സ് സഭയിലെ സോപ്പുകുട്ടൻ ആരാണ്? അയാൾ സഭയുടെ നേതൃസ്ഥാനത്തേക്ക് വന്നിട്ട് സഭയ്ക്ക് എന്ത് നേട്ടമാണുണ്ടായിട്ടുള്ളത്? അയാൾക്ക് ഈ സ്ഥാനം വയറ്റിപ്പഴപ്പാണോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിയുള്ള യാത്രയിൽ കിട്ടിയത് ഒട്ടനവധി സംശയങ്ങളാണ്. ആരെ കണ്ടാലും സോപ്പിട്ട് എല്ലാം ശരിയാ, ഇപ്പം ശരിയാക്കി തരാം. ഒരു സിനിമയിൽ ജഗതി ശ്രീകുമാർ പറഞ്ഞതുപോലെ പറഞ്ഞു നടക്കുന്ന ഈ സോപ്പുകുട്ടൻ ഈ സ്ഥാനത്തിരിക്കുന്നത് ഇതുവരെ ഈ സ്ഥാനത്തിരുന്നിട്ടുള്ള പ്രഗത്ഭരും പ്രതിഭാശാലികളുമായുള്ളവർക്ക് ഒരു അപമാനമാണ്. കഴിഞ്ഞ 9 വർഷമായി ഇയാൾ ഈ സ്ഥാനത്തിരിക്കുകയാണ്. എന്തെല്ലാം ഓഫറുകൾ കൊടുത്താണ് അവരുടെ എല്ലാം കൈയും കാലും നക്കിയാണ് ഈ സ്ഥാനത്തെത്തിയത്. കസേരയിൽ കയറിയ ശേഷം സോപ്പിടിയിലല്ലാതെ മറ്റൊന്നുമില്ല. സഭ ഒരു 100 വർഷം പിന്നോട്ട് പോയി. ഇയാൾ ഈ സ്ഥാനത്തിരുന്ന് വിശ്വാസികളുടെ നേർച്ചപ്പണം ഊറ്റിക്കുടിക്കുന്നു. സഭയുടെ കാറും ഡ്രൈവറും ഓടാനുള്ള ഡീസലും, എങ്ങോട്ട് പോകണമെങ്കിലും ഫുൾ ചിലവ്, DA ഫ്ലൈറ്റ് ടിക്കറ്റ്, ഇങ്ങനെ പോകുന്നു ആനുകൂല്യങ്ങൾ, പിന്നെ ശമ്പളവും. ഈ അടുത്ത കാലത്ത് വരെയും ഈ സ്ഥാനത്ത് വന്നിരുന്നവർ നിസ്വാർത്ഥ സേവനമായിരുന്നു ചെയ്തിരുന്നത്. അവരാരും ഒരു ശമ്പളക്കാരല്ലായിരുന്നു. സ്വന്തം പോക്കറ്റിലെ കാശെടുത്താണ് ചിലവാക്കിയിട്ടുള്ളത്. അങ്ങനെയുള്ളവരെ ഈ സ്ഥാനത്തൊക്കെ വരാവൂ. അല്ലാതെ അണ്ടനും അടകോടനും പോക്കില്ലാത്തവരുമൊക്കെ അർഹതയില്ലാത്ത സ്ഥാനത്ത് വരുമ്പോൾ ഇതല്ല, ഇതിലും അപ്പുറം നടക്കും. പണ്ടുള്ളവർ പറയുന്നത് പോലെ ഇലനക്കി നായയുടെ ചിറുനക്കി നായകളാകരുത് മലങ്കര സഭയുടെ സ്ഥാനത്ത് വരുന്നവർ. ഇവനോട് ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കും. ഇവൻ്റെ നട്ടല് വാഴപ്പിണ്ടി പോലെ വളയും. ഇപ്പോൾ നിയമസഭയിൽ മത്സരിക്കാൻ സീറ്റിന് വേണ്ടി നേതാക്കന്മാരുടെ തിണ്ണ നിരങ്ങുകയാണ്. എന്ത് യോഗ്യതയാണ് ഇവനുള്ളത്? സഭാസ്ഥാനം അതിനുള്ള യോഗ്യതയാണോ? പാർട്ടികളിൽ അടിയും പിടിയും കൊണ്ട് നട്ടും നനച്ചും പാർട്ടിക്ക് വേണ്ടി ജീവിതം കളഞ്ഞ ആളുകളെ തഴഞ്ഞിട്ട് ഇവനെപ്പോലുള്ളവർക്ക് പാർട്ടികൾ സീറ്റുകൾ കൊടുത്താൽ ആ ഒറ്റ കാരണം കൊണ്ട് ഇവൻ മാത്രമല്ല മറ്റ് സ്ഥാനാർത്ഥികളും തോറ്റ് തുന്നം പാടും. ഇവൻ മത്സരിച്ചാൽ രാവിലെ 8 മണിക്ക് തന്നെ തോറ്റ് തുന്നം പാടി വീട്ടിൽ പോയിരിക്കാം. ഓർത്തഡോക്സ്കാർ പോലും ഇവന് വോട്ട് ചെയ്യില്ല. പിന്നല്ലേ മറ്റ് സഭക്കാരും സമുദായക്കാരും. കെട്ടിവെച്ച കാശ് ഇവന് കിട്ടില്ല. ഇവന് മത്സരിക്കാൻ സീറ്റ് കൊടുത്താൽ ആ പാർട്ടിയിൽ നിന്നുള്ള പ്രവർത്തകർ രാജിവെച്ച് പോകും. ഇവൻ ഓർത്തഡോക്സ് സഭയെ ചില്ലിക്കാശിന് ഒറ്റുകൊടുത്തലാണെന്നാണ് കേൾക്കുന്നത്. 3 വെള്ള പേപ്പറിൽ കത്തോലിക്ക ബാവയുടെ ഒപ്പ് വാങ്ങിച്ച് കോടതിയിൽ സഭാ കേസിൽ സഭയ്ക്കെതിരെ സത്യവാങ്മൂലം നൽകിയതിൽ പങ്കാളിയാണ്. അങ്ങനെയുള്ള ഇവനെന്താ സഭയുടെ കൂറ്? ആകെയുള്ള കൂറ് വയറ്റിപ്പിഴപ്പാണ്.